ഹാപ്പി ഹോം മേക്കർ. ഹാപ്പി ഹോം മേക്കറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ പൊരിച്ച കോഴി എന്ന് പറയണതില്ലേ, അതാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് മുളക് എടുക്കാം. അപ്പോൾ മുളക് വറ്റൽമുളകിൻ്റെ എരു അറിഞ്ഞിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെ നല്ല വെള്ളത്തിൽ തിളപ്പിച്ച് അതിനൊരു മണിക്കൂറോളം അങ്ങനെ തന്നെ ആ തിളച്ച വെള്ളത്തിൽ അത് കിടന്നോട്ടെ. എന്നിട്ടാണ് നമ്മളതിനെ അരയ്ക്കാനായിട്ട് എടുക്കണുള്ളൂ. എന്നിട്ട് അത് അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ ഈ സമയം നമ്മൾ ചിക്കനെ കഴുകിയിട്ട് അതിൽ 2 സ്പൂൺ വിനാഗിരിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി തന്നെ ചതച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ആ ഇഞ്ചിയുടെ ജ്യൂസ് കംപ്ലീറ്റ് ചിക്കനിലേക്ക് കിട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിനെ ഇളക്കി കൊടുക്കണം. അത് എന്നിട്ട് ഒരു അരമണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് ആ ചിക്കൻ നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. നമുക്കിതിൽ പരട്ടാനുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആസ് യൂഷ്വൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് വേണം. പിന്നെ വേണ്ടത് ഗരം മസാല ഇതിലേക്ക് വേണം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ മീറ്റ് മസാല ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർത്താൽ മതി. അതിന് പകരം ഞാൻ ഇവിടെ പെരിഞ്ജീരകം എടുത്തിരിക്കണം. അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്നിട്ട് ഈ സാധനങ്ങളും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും കൂടെ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ച് എടുക്കാം. ഇത് തേച്ച വശം തന്നെ ചിക്കൻ നമ്മൾ വറക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിക്കൻ മസാല തേച്ച് പിടിപ്പിക്കേണ്ട. ഇനി നമുക്ക് വേണ്ട ഒരു സാധനമാണ് നമ്മളുടെ നാളികേരം അവസാനം വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ വറുത്തൊക്കെ കഴിഞ്ഞിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 4 സ്പൂൺ നാളികേരം. 4 നാളികേരമല്ല, 4 സ്പൂണോളം, വലിയ സ്പൂൺ തന്നെ നാളികേരം. 4 തൊട്ട് 6 വരെ സ്പൂണോളം നമുക്ക് നാളികേരം യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ നാളികേരം ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ട് ഈ നാളികേരത്തിലേക്ക് അരച്ച് വെച്ച പേസ്റ്റും നേരത്തെ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ലേ, ആ കോമ്പിനേഷൻ ഇതിൽ മിക്സ് ചെയ്ത് നന്നായി തിരുമ്പി കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ചെറിയ ഉള്ളി കൂടെ അരിഞ്ഞ് നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂണോളാണ് മസാല ചേർത്തത്. ബാക്കി മസാല കംപ്ലീറ്റ് നമ്മൾ ചിക്കനിൽ ചേർത്ത് ഇനി ചിക്കനെ നമുക്ക് വറുത്തെടുക്കാം. അത് നോർമലി വറക്കണ പോലെ തന്നെ. ഞാനിപ്പോൾ ഇത് ഫുള്ള് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. എല്ലാതും നന്നായിട്ട് തന്നെ ഫ്രൈ ആവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൽ നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ള കാരണം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിരിക്കും. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നാലും ഇത് ശരിക്കും നമ്മൾ വറക്കണ പോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കുറച്ച് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ വറുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിട്ട് വറുത്തെടുക്കണം നമ്മൾ. ഇനി നമ്മൾ ആ സെയിം പാനിൽ തന്നെ നമ്മളുടെ നാളികേരത്തിനെ വറുത്തെടുക്കാം. അതും നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അതിൻ്റെ മുകളിൽ നമുക്ക് ടോപ്പിംഗ് ആയിട്ടല്ല, ഇതിൻ്റെ ഒരു കറി പോലെ തന്നെയായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. അതും നല്ല നൈസായിട്ടുള്ള ചപ്പാത്തി. അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേറെ ചാറൊന്നും വേണ്ട. ഡ്രൈ ഫ്രൈ ആണെങ്കിലും ചിക്കൻ ഡ്രൈ ഫ്രൈ ആണെങ്കിലും ഈ ഒരു നാളികേരം വറുത്തത് മാത്രം മതി. നാളികേരം വറുത്തത് അതിൻ്റെ മുകളിലിടുന്നതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നാളികേരം വറക്കണതിൻ്റെ ഇടയിൽ നമുക്ക് പച്ചമുളക് ഇടാം, കറിവേപ്പില ഇടാം. അപ്പോൾ ആ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ മണം വരുമ്പോൾ അത് അസാധ്യ മണമാണ്. അയ്യോ, ഒരു രക്ഷയില്ല. അപ്പോൾ അതും നമുക്ക് ഇങ്ങനെ കോരി എടുത്തിട്ട് നന്നായിട്ട് കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരീശയായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ ഫ്രൈ എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ കേദാൽ ചിക്കനൊക്കെ കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ടാണ് ഇത് വരുന്നുണ്ടാവുക. കേദാലിൻ്റെ അല്ല, പൊരിച്ച കോഴിയും ചപ്പാത്തിയും എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ചപ്പാത്തിയാണ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ കൂടെ സവാളയും കൂടെ ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് തന്നെ നോക്കണം. പിന്നെ നമുക്ക് നോർമൽ ചിക്കൻ ഫ്രൈക്ക് പകരം ഈ ഒരു മസാല മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. എന്താ പറയുക, നമുക്ക് ടേസ്റ്റും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.